ഇനി മഴക്കാലാണല്ലോ വരുന്നത്. അപ്പോൾ മഴക്കാലത്താണ് ഒരുവിധം അസുഖങ്ങളെല്ലാം പെട്ടെന്ന് സ്പ്രെഡായി വരുന്നത്. ക്യാങ്കറ്, കണ്ണസുഖം, അതുപോലെ ഇവർക്ക് വായിൽ ചെറിയ മുറിവുകൾ ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഫുഡ് കഴിക്കുന്നത് നിർത്തും, വെള്ളം കുടിക്കുന്നത് നിർത്തും. അപ്പോൾ പെട്ടെന്ന് അവർക്ക് അസുഖം വരും, ഡെഡായി പോവും. അപ്പോൾ നിങ്ങൾ മഴക്കാലമാകുമ്പോൾ അവർക്കൊരു എക്സ്ട്രാ കെയറിങ് കൊടുക്കുക. അതായത് കേജും അവരുടെ പോട്ടുകൾ, അതായത് കുഞ്ഞിരിക്കുന്ന പോട്ട്, അതെല്ലാം എപ്പോഴും നല്ലോണം ഡ്രൈ ആക്കിയിട്ട് വെക്കാൻ നോക്കുക. നനവായിട്ടിരിക്കുന്നുണ്ടെങ്കിലെല്ലാം ഡ്രൈ ആയിട്ട് വെക്കാൻ നോക്കുക. അതുപോലെ തന്നെ അവരുടെ ഫുഡിൽ മൾട്ടി വിറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നവരാണെങ്കിൽ അത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ട് കൊണ്ടുപോവാം. ഇവരൊക്കെ കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നിട്ട് ഒത്തിരി സമയം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരുടെ കേജ് വെച്ചായിരിക്കുന്നതുകൊണ്ടാണ് കേജിലുള്ള ചളി എല്ലാവരും മേലേക്ക് വരുന്നത്. അതിനിപ്പോൾ മോൾട്ടിങ് കഴിഞ്ഞാൽ ഓക്കെ ആവും. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട്. മെയിൻലി നമ്മൾ ഒരു അസുഖം വരാണ്ടിരിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? തലേ ദിവസത്തെ ഫുഡ് പിറ്റേ ദിവസം കൊടുക്കാണ്ടിരിക്കാം. ഇപ്പോൾ ചിക്സ് ഒക്കെ ഉള്ള കേസിലാണെങ്കിൽ അത്യാവശ്യം കൂടുതൽ ഫുഡ് ഞാൻ ഇട്ട് കൊടുക്കലുണ്ട്. കുട്ടികൾക്ക് അവർക്ക് കൊടുക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊണ്ട് കൊടുക്കും, ചിക്സ് ഉള്ള കേസിൽ മാത്രം. അപ്പോൾ ഇതുപോലൊക്കെ ബാക്കി അതിൽ എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ അത് പിറ്റേ ദിവസം കൊടുക്കരുത്. അത് മാറ്റിയിട്ട് പുതിയ തന്നെ കൊടുക്കാൻ നോക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഫംഗലൊക്കെ വന്നിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഫംഗലൊക്കെ വരും. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ക്യാങ്കർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ.